നീ കുറച്ച് വെള്ളം നിർത്തേ. ഞാനൊരു സ്വപ്നം കണ്ടതാ. ആ പെൺകുച്ചിന്റെ ഭർത്താവ് മോർച്ചറി കിടക്കണ മാതിരി. എന്റെ അമ്മോ, ഇപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ അതും ഇത് ആലോചിച്ച് കിടന്നിട്ടാ. എന്താ അത്? പാവം ഒച്ചയായിട്ട് അതുകൂടെ പേടിച്ചോളന്ന് കാണും. മനുഷ്യന്റെ സമാധാനം കടത്താനായിട്ട് ഓരോരോ എന്നതാടി ലീലാമേ, എന്ത് പറ്റി? നീ പോയി അടുത്ത വീട്ടിൽ അന്നിനോട് കാർ വെക്കാൻ പറ. സ്വപ്നം കണ്ട അങ്ങള് ഞെട്ടി ഉണർന്നില്ലായിരുന്നെങ്കില് സംഗതി ഇപ്പൊ ക്ലോസ്. മരിക്കാൻ വേണ്ടി തന്നെ ചെയ്തത്. പക്ഷെ അവിടെ എന്നെ തോപ്പിച്ചു. ഏയ്, വെറുതെ കരഞ്ഞ് BP ഷൂട്ട് ചെയ്യിക്കല്ലേ. കൃഷ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അങ്കിളും ഞങ്ങളും ഒക്കെ എല്ലാവരും കുടുങ്ങില്ലേ? അങ്ങനെ എന്താ ഓർക്കാഞ്ഞേ? ഞാൻ ജീവിച്ചിരുന്നാലല്ലേ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട്. എന്തിനിങ്ങനെ ആർക്കും വേണ്ടാതെ ഏതോ ഒരു സ്ഥലത്ത് വന്ന് കിടന്ന് നരയിക്കാനായിട്ട്. ദൈവദോഷം പറയല്ലേ. ഈശ്വരൻ നമുക്ക് ഈ ആയുസ്സും ആരോഗ്യമൊക്കെ തന്നിരിക്കുന്ന എന്തിനാ? വെറുതെ നശിപ്പിച്ചു കളയാനാ? ദാ ഇത് കണ്ടില്ലേ, എന്ത് ഹാപ്പി ആയിരുന്നു ഇന്നലെ കൃഷ്ണ. എത്ര നന്നായി പാടുന്നു. ഈ കഴിവുകളൊക്കെ ഈശ്വരൻ എല്ലാവർക്കും തന്നിട്ടില്ലല്ലോ. അതെന്താ ഓർക്കാത്തെ? ഗപദനിദ ഗപദനിദ ഗപദനിദനിദ പഗപഗരിസ. ഏതെങ്കിലും ഒരു ജോലി ചെയ്യടി കൊച്ചേ. ഇതിപ്പോ രണ്ടും അവതാളത്തിലാ. ഇങ്ങനെയാണോടി സാധകം ചെയ്യുന്നേ? ദേ ആന്റി അമ്മച്ചി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കാലത്തൊരു കട്ടങ്കാപ്പിയുടെ ബലത്തിൽ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഏത് പണി ഇപ്പൊ അവതാളത്തിലായത്? ദേ അങ്കിളിനെ കണ്ടില്ലേ, നല്ല സ്മാർട്ടായി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എത്ര തുടച്ചാലും ഉള്ളതുപോലല്ലേ ഇരിക്കൂ. എടി എടി, നിന്റെ വാചോടി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഇതിലെന്താ ഇപ്പൊ കുഴപ്പം? പിന്നെ ഞാൻ അതിന് കേസ് ഇത്രയൊന്നും അല്ലല്ലോ. സിനിമാ പാട്ട് മുഴുമ്പോ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിക്കോ? എന്നാലും തോറ്റു തരാൻ മേല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞ് നീ എവിടെ കയറി പോവാ? വല്ല വീട്ടിലും ചെന്ന് കയറേണ്ടതാ. എന്നാ പിന്നെ ആന്റി അമ്മച്ചി കയറിയും തുടച്ചോ. എടി കൊച്ചേ, ഓർമ്മ വെച്ചപ്പോ മുതല് എന്റെ അച്ഛനും അമ്മയൊക്കെ ആന്റി അമ്മച്ചിയായിരുന്നു. സണ്ണിച്ചാനും രചിച്ചാനും ഒക്കെ എപ്പോഴും എന്നെ വഴക്ക് പറയും. നീ കാരണം അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരാത്തതെന്ന്. എൻ്റെ കല്യാണം നടത്തിയിട്ട് കാനഡയിലേക്ക് പോകണം എന്നായിരുന്നു അമ്മച്ചിക്ക്. 7ാം ക്ലാസ്സിൽ തോറ്റ പെണ്ണിനെ ഇന്നത്തെ കാലത്ത് ഏത് ഉദ്യോഗസ്ഥനെ കിട്ടാനാ? ഇപ്പോഴല്ലേ മനസ്സിലായത്. അതാ ഇവിടെ വരുന്ന ആലോചനകളൊന്നും നടക്കാത്തേന്ന്. നടന്നാലും നടന്നില്ലേലും അടുത്ത ആഴ്ച ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. കച്ചവടം നടന്നിട്ട് വീടും പറമ്പും ഒഴിഞ്ഞു കൊടുത്തില്ലേ നാണക്കേടല്ലേ? അവളെ ആരുടെയെങ്കിലും കയ്യിലേൽപ്പിക്കാതെ
എങ്ങനെയാടാ? എത്ര നാളായിട്ട് ഞങ്ങളിത് പറയുന്നു, എന്നിട്ട് നടന്നോ? അതെങ്ങനെയാ? പെണ്ണിന് ചില്ലറക്കാരിയൊന്നും പോരല്ലോ. ആ കോൺവെന്റിലെ സിസ്റ്ററെ ഏൽപ്പിക്കാം. ഹോസ്റ്റൽ ഫീ കൊടുത്താൽ മതിയല്ലോ. അവിടെ കൂടെ കൂടെ സമൂഹ വിവാഹമൊക്കെ നടക്കുന്നല്ലേ. വെറുതെ വേണ്ട, അവളുടെ പേര് കുറച്ച് പൈസ ബാങ്കിലിട്ടേക്കാം. പണം കൊടുത്ത് അങ്ങനെ ഒഴിവാക്കാവുന്ന ബന്ധമാണോ? എന്നാ വേണ്ട, അവളെയും കെട്ടിപ്പിടിച്ചിരുന്നു. അല്ലാതെ പിന്നെ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ആരോഗ്യമുള്ളപ്പോഴല്ലേ അമ്മച്ചി കൊണ്ടുപോകാൻ നോക്കൂ. കിടന്നുപോയാൽ പിന്നെ സണ്ണിച്ചായം പറഞ്ഞ പോലെ വല്ല അസുഖം വന്ന് കിടപ്പിലായാൽ ആന്റി അമ്മച്ചി ഇവിടെ ആര് നോക്കും? ഞാൻ വല്ല ചെക്കനെ കല്യാണം കഴിച്ച് നാളെ അങ്ങ് പോകും. അതോർത്തോ. സണ്ണിച്ചായം പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തോളൂ. ഞാൻ നാളെ തന്നെ മഠത്തിലേക്ക് മാറിക്കൊള്ളാം. അധിക ദിവസം മഠത്തിൽ കഴിയേണ്ടി വന്നില്ല. എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന ആള് എന്നെ തേടി വന്ന പോലെ. സാർ അവധിക്ക് വന്നപ്പം ആന്റി അമ്മച്ചോട് ഈ ആലോചനയൊന്ന് സൂചിപ്പിച്ചതാ. ചെക്കന് നാട്ടിൽ വേണ്ടപ്പെട്ടവരാരും ഇല്ലെന്ന് കേട്ടപ്പം പുള്ളിക്കാരത്തി അതങ്ങ് വേണ്ടാന്ന് വെച്ചു. കുട്ടി പാടുമെന്നറിഞ്ഞപ്പം സാറിന് വീണ്ടും ഒരു നിർബന്ധം. ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല. എന്നാലും കൽക്കട്ട നഗരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഹിന്ദുസ്ഥാനി രവീന്ദ്ര സംഗീതമൊക്കെ മറന്നൊരു ജീവിതമില്ല. അതുകൊണ്ട് സംഗീതം അറിയാവുന്ന കുട്ടിയാന്ന് കേട്ടപ്പോ കൂടുതൽ താല്പര്യം. അതെ അയ്യോ, ഞാനങ്ങനെ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. വെറുതെ മൂളുകയല്ലാണ്ട്. വേണ്ട, ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല. ആളെ നേരിട്ട് കണ്ടപ്പോ സംഗീതത്തെക്കാൾ എനിക്കിഷ്ടമായി. നല്ല കക്ഷിയാ. ഇതുവരെ റെഡിയായില്ലേ? വേഗം ആവട്ടെ, ബോസ് അവിടെ വെയിറ്റ് ചെയ്യാ. നമ്മൾ എവിടെയാ ചേട്ടാ പോകുന്നത്? അതൊക്കെ പറയാം. അതിനു മുമ്പ് ഒരു നല്ല മലയാളി മങ്കയെ പോലെ ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്യും. ആഹാ, മുല്ലപ്പൂവാ. മുല്ലപ്പൂ ഇവിടെ കിട്ടുമില്ലയോ എന്ന് ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു. അതാണ് മനസ്സ് വിചാരിച്ചപ്പോ സാധനം കൈ കിട്ടിയേ. വേഗം ആവട്ടെ, ഒരുങ്ങി ഇറങ്ങും. ഞാൻ കാണിച്ചില്ലേ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടല്? അവിടെയാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. വേണ്ട ഏട്ടാ, ഈ വലിയ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആകെപ്പാടൊരു വെപ്രാളാ. സമാധാനമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. വലിയ വലിയ ഹോട്ടലുകളും വലിയ ആൾക്കാരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാൻ പഠിക്കണം. നമുക്കൊരു ഗ്യാസ് സ്റ്റവ് വാങ്ങി നാഴിയരിയിട്ട് തിളപ്പിച്ച 2 നേരം സുഖമായിട്ടുണ്ണ. അതൊക്കെ നമ്മളൊരു വീട്ടിലോട്ട് മാറി. हेलो यस बॉस आध घंटा अमरावती खाने पहुंचे जाओ. ओके ओके. കിളവന് നിന്റെ പാട്ട് കേൾക്കാനുള്ള തിരക്ക. ആർക്ക്? അത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബോസിന്. വേണ്ട കേട്ടോ, ഞാൻ അങ്ങനെ ആരുടെ മുന്നിൽ പാടാനൊന്നുമില്ല. അങ്ങനെയാണ് ഞാനോട്ട് വരുന്നുമില്ല. അത് കൊള്ളാം. നമ്മൾ ഇന്നലെ പോയി നൈറ്റ് ക്ലബിൽ പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന പെമ്പിള്ളാരെ കണ്ടില്ലേ നീ? അവരൊക്കെ ഇവിടെ കോളേജിൽ പഠിക്കുന്നവരാ. എത്രയാ സമ്പാദിക്കുന്നറിയാമോ? അയ്യേ, ഈ നാണോ മാനോ വിറ്റ് നടക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മളെന്തിനാ അറിയുന്നേ? ഹരിയാൻ എന്ത് പറ്റിയപ്പോ ഇങ്ങനെയൊക്കെ തോന്നാൻ? നാട്ടിലെ പോലെ അല്ല.